ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി അപ്ഡേറ്റ്സ് ആണ്. കത്തിക്കൊണ്ടിരിക്കുകയാണ്, തീയാളി കത്തുകയാണ് കേട്ടോ. ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു തോന്നുന്നു ഇങ്ങനത്തെ ഒരു ആളല്. അതെ, ഇത്രയും തീ പ്രതീക്ഷിച്ചില്ല. തീ പ്രതീക്ഷിക്കണം, കാരണം ചെകുത്താൻ വാതിൽ തുറന്നിരിക്കുന്നത് നരകത്തിന്റെയാണ്. അതാണ് നരകം എന്ന് പറയുന്നത് തീകുണ്ഡം എന്നാണ് പറയുന്നത്. അവിടുത്തെ വാതിൽ തുറക്കുമ്പോൾ തീയിൽ കൂടുതൽ അല്ലെങ്കിൽ തീ കുണ്ടത്തിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. അത്രേ ഉള്ളൂ. എന്തായാലും ചെകുത്താനാണ് വാതിൽ തുറന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നരകം കാണാൻ ആഗ്രഹിച്ച് ഇത്രയും ആൾക്കാർ വരുമെന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വർഗത്തിന് വേണ്ടി ആൾക്കാർ തല്ലുകൂടുന്ന കണ്ടിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിന് വേണ്ടിയിട്ടാണല്ലോ ആൾക്കാർ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. എന്നാൽ നരകത്തിലേക്ക് ഇത്രയും ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ല. ഇത്ര പിടിവലി ഉണ്ടെന്നുള്ള കാര്യം ലൂസിഫർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്റെ അടുത്തോട്ട് വരാൻ ഇത്ര ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അതെ, അതാണ് അതിൽ കാര്യം. അതായത് ഇത്രയും ആൾക്കാർ നരകത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനകത്തുള്ള ചെകുത്താൻ അത് എല്ലായിരിക്കണം. അതാണ് നമ്മുടെ മുത്ത അവിടെ ആണെങ്കിൽ അങ്ങോട്ട് എല്ലാവരും എത്തും. പിന്നെ സ്വർഗ്ഗം അവിടെ കാലിയാക്കണം. സ്വർഗത്തിൽ ആരും ഉണ്ടാവില്ല. ദൈവം വരെ ചിലപ്പോൾ താഴോട്ട് ഇറങ്ങി വരുമെന്ന്. അല്ലെങ്കിലും ദൈവം അവിടെ നിഷ്ഭ്രമനാണ്. ഇങ്ങനെ കാണിക്കുന്നോടത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലൂസിഫർ കണ്ടല്ലേ, ദൈവം എന്ന വൻമരം വീണു. അത് വീണ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ നീതി നടപ്പിലാക്കാൻ ചെകുത്താൻ നേരിട്ട് അവതരിച്ചത്. എന്തായാലും ചെകുത്താൻ ശരിക്കും വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്. എന്താണ് പിന്നെ വേറെ കാര്യം, നിനക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ അർമാദിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? പോന്നോട്ടെ, അതങ്ങോട്ട് പറഞ്ഞു. എനിക്ക് ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. എമ്പുരാൻ വരുമ്പോൾ എമ്പുരാൻ എന്ന സിനിമ എനിക്ക് തരേണ്ടത് ഒറ്റ കാര്യമായിരുന്നു. അതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതായത് ലിയോ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ കേരളത്തിലിട്ടത് 12 കോടിയാണ്. അതിന് മറികടക്കണം. അതിനൊരു സിനിമ ഇനി ഉണ്ടാവണമെങ്കിൽ കുറേ കാലം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിൽ നിന്ന് പ്രതീക്ഷിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് കിട്ടും. L3 എന്നല്ലേ? അല്ല, ഇതിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അതിലേക്ക് പോകണ്ട, ഇതിൽ കിട്ടിയിരിക്കും. അതായത് ഇതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ L3 തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ പിഴച്ചാൽ പിന്നെ നമുക്ക് വേറൊരു അവസരമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ 9 മണിക്ക് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് വളരെ സിമ്പിളാക്കി തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. റെക്കോർഡുകളൊക്കെ വെറും ചീട്ടുകൊട്ടാരം പോലെ അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആർമാദിക്കട്ടെ, എത്ര വേണമെങ്കിലും. അല്ലെ വേണ്ട, അഹങ്കാരം കൂടി എന്ന് പറയും. അഹങ്കാരമാണ് ഇപ്പൊ വേണ്ടത്. ഒരു പ്രശ്നം എന്താ പറയുക, അതായത് ലിയോ സിനിമയുടെ ഒരുപാട് വീഡിയോ ഞങ്ങൾ ചെയ്തതാണ്, ആഘോഷിച്ചതാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്തതല്ലേ, നിങ്ങൾക്ക് നന്ദി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർ. 2023 സിനിമ വന്നു. ആ സമയത്ത് ആ സിനിമയ്ക്ക് കൊടുക്കേണ്ട പ്രൊമോഷനോ ഏതൊക്കെ രീതിയിൽ അതിനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ നമ്മൾ അതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തു എന്ന് എഴുതിയിട്ട് 2025 മറ്റൊരു സിനിമ വരുമ്പോഴും ലിയോയും പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇനിയിപ്പോ വേറെ കാര്യം, ഈ ചോദിച്ച ആൾക്കാര് എന്തുകൊണ്ടാണ് ജനനായകനെ കുറിച്ച് ഒരു വർത്താനം പറയാത്തത്? ജനനായകൻ അടുത്ത വിജയ് സിനിമയാണ്. അതിനെക്കുറിച്ച് അപ്ഡേറ്റ്സുകൾ തന്നോണ്ടിരിക്കുമോ, ഞങ്ങൾ വീഡിയോ ചെയ്യാം. ഇല്ല, ഒരു സാധനം ഇല്ല ആർക്കും തരാൻ. അതാ അങ്ങനെ തന്നെ വരുന്ന സിനിമകൾ. ഇതിനകത്ത് ഫാൻ ഫൈറ്റിന്റെ അങ്ങനത്തെ ഒരു സാധനം അല്ലട്ടോ പറയാം, നമുക്ക് എല്ലാവരെയും ഇഷ്ടം. അതായത് നമ്മുടെ ചാനലില് ഇതിനു മുൻപ് പല തവണ ആവർത്തിച്ചതാണത്, അത് പറയാണ്. അതായത് അപ്പപ്പോൾ വരുന്ന സിനിമകളുടെ ആഘോഷങ്ങളിൽ ഞങ്ങൾ പങ്കുചേരും. അത് ഭയങ്കരമായിട്ട് അങ്ങ് ആഘോഷിക്കും. അതാണ് ഞങ്ങളുടെ രീതി. അതിൽ ഏതെങ്കിലും പ്രത്യേക നായകനെ അല്ലെങ്കിൽ നടനെ മാത്രം ഇവിടെ പുകഴ്ത്തുന്ന ഒരു പരിപാടി ഈ ചാനലിൽ ഉണ്ടാവില്ല. അത് ഒരിക്കലും ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. അതെ, ആ സമയങ്ങളിൽ അവർക്ക് അവകാശപ്പെട്ട രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഞങ്ങൾ പറയാറുണ്ട്. അതായത് പക്ഷെ ഒരാൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു ചാനൽ അല്ലത്. അത് അവർക്ക് അവകാശപ്പെട്ടതെന്നല്ല, നമുക്ക് കാണുമ്പോൾ തോന്നൂലേ ഇത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇത് നല്ല സിനിമ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ ആ സിനിമേനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് ഒരു മലയാള സിനിമയാകുമ്പോൾ കുറച്ച് കൂടുതൽ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു മലയാള സിനിമ സാക്ഷാൽ മോഹൻലാൽ, അതായത് മലയാളത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡ് അത് എല്ലാണ്, അതായത് ലാലേട്ടനാണ്. ആ ലാലേട്ടൻ അവതരിക്കുന്ന സിനിമ, അതിൽ പൃഥ്വിരാജാണ് പ്രധാന മറ്റൊരു വേഷം ചെയ്യുന്നത് അല്ലേ? ഏറ്റവും ബിഗ് ബഡ്ജറ്റിൽ വരുന്ന മലയാള സിനിമ ലൂസിഫർ എന്ന സിനിമയുടെ 2ാം ഭാഗം. പിന്നെ ടോവിനോ, അന്നത്തെ ടോവിനോ അല്ല ഇപ്പോൾ, ലൂസിഫറിൽ അഭിനയിച്ച ആ ചെക്കനല്ല ഇപ്പോൾ, മനസ്സിലായില്ലേ? ആളുടെ പവർ. പിന്നെ മഞ്ജു വാര്യർ, പിന്നെ വിദേശത്ത് നിന്ന് ഒരുപാട് വലിയ താരങ്ങൾ, പിന്നെ മറ്റൊരു വലിയ എന്തോ ഒരു സസ്പെൻസ്. ഇവരൊക്കെ ഒരുമിക്കുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ നമ്മൾ എങ്ങനെ ആഘോഷിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരു 2 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ ചെയ്യുക, എന്നിട്ട് മറ്റുള്ള സംഭവങ്ങൾ ഒരു തേങ്ങാക്കോലം ഇല്ലാണ്ട് ഇങ്ങനെ മുകളിലോട്ടൊക്കെ ഇരിക്കുക. എവിടെയാണ് മറ്റുള്ള ഒന്ന് പറഞ്ഞുതരും. വേറെ ഏത് സിനിമേന്റെ ആണ്? ഇപ്പൊ വീരധീര സൂരൻ, അതായത്
ഈ സിനിമേന്റെ കൂടെ റിലീസ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അതെ, മറ്റേത് സിനിമേന്റെയാണ് എന്താണ് വന്നിട്ടുള്ളത്? അതെ, ആകെ വന്നിട്ടുള്ളത് കുറച്ച് സോങ്സുകളാണ്. സോങ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ പണിയും കിട്ടും. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്, അല്ലെങ്കിൽ അതും ചെയ്യും. ഇതൊക്കെ തന്നെയാണ് പണി. ഇനി മറ്റൊന്ന് ലിയോ സിനിമ വമ്പൻ സംഭവമാണ്. ലിയോ ലോകേഷ് കനകരാജ് എന്ന ഡയറക്ടർ, ദളപതി വിജയ് എന്ന ഒരു വലിയ ബ്രാൻഡ്, അതായത് ലാലേട്ടനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വലിയ ബ്രാൻഡാണ് ദളപതി വിജയ്. ആ വിജയുടെ സിനിമ, അതിൽ LCU, പിന്നെ വിക്രം എന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന LCU മൂവി, ആ രീതിയിൽ അത് ഭയങ്കര ഹൈപ്പായിരുന്നു. അത് ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. അതും പറഞ്ഞ് നമുക്ക് അതിലിരിക്കാൻ പറ്റില്ല. അതാണ് നമ്മളെന്തായാലും അതിൽ നിന്ന് പുറത്തു വന്നു. ഇപ്പോൾ ഇതാ അടുത്ത സിനിമ. ഇനി ഇതുപോലെ തന്നെ അടുത്ത വലിയ സിനിമ വരുമ്പോൾ നമ്മൾ അതിൻ്റെ വഴിക്ക് പോകും. ഇപ്പൊ വേറൊരു കാര്യം പറയാം. ഇപ്പൊ ഈ ഗോട്ട്, ആ സിനിമ ലിയോനെക്കാളും റെക്കോർഡ് തൂക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ തൂക്കണം എന്നായിരിക്കും ഇപ്പൊ നമ്മൾ പറയാം, അല്ലാണ്ട് ലിയോനെ തൂക്കണം എന്നായിരിക്കുമല്ലോ പറയുന്നത്. അതായത് റെക്കോർഡ് ഒരു വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാവർക്കും മറ്റുള്ള സിനിമകളൊക്കെ ഇഷ്ടമാണ്, പക്ഷെ നമ്മുടെ സിനിമ അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമയിൽ അതൊരു ഹിറ്റാണ്, അതല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്കായിട്ട് അവിടെ കിടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കല്ല അഭിമാനം തോന്നുന്നുണ്ട്. മാത്രമല്ല ഇതൊരു അപമാനാണെന്ന്. അതായത് ഇത്രയും വലിയ സംഭവം സംഭവിക്കുന്നു. ഏത് നമ്മളിപ്പോ ആൾറെഡി പറഞ്ഞ കുറച്ച് ഫാക്ടേഴ്സ് പറഞ്ഞില്ലേ. ലാലേട്ടന്റെ സിനിമ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള നടൻ അത് ലാലേട്ടനാണ്. ഏത് മലയാളത്തിലെ ആ ആള് വരുന്ന സിനിമ നമുക്ക് അതിനെ തൂക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പരാജയമാണ്. പിന്നെ നമുക്ക് അതിൽ അഭിമാനിക്കാനില്ല. ഇനി ഇതിനകത്ത് ആര് എന്തൊക്കെ പറഞ്ഞാലും തൂക്കിയിരിക്കും, തൂക്കി അതിനകത്ത് ഒരു വാർത്താനല്ലേ തന്നെ തൂക്കി, തന്നെ തൂക്കിയിട്ടുണ്ട്. അല്ല പിന്നെ എന്താണെങ്കിലും ഒരു മണിക്കൂറിൽ നടന്ന ബുക്ക് മൈ ഷോയുടെ പ്രീസെയിലിന്റെ ഡീറ്റെയിൽ ഇല്ലേ, പറഞ്ഞു കൊടുക്കും. എന്തായാലും പുഷ്പ 2 നമുക്ക് തൊടാൻ പറ്റിയിട്ടില്ല. അത് അങ്ങോട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. 108K ഒരു മണിക്കൂറിൽ. പിന്നെ അതിനുശേഷം നേരെ താഴെ കിടക്കുന്നത് എമ്പുരാനാണ്, 96.14K. പിന്നെ കൽക്കി 95.7K. ജവാൻ അതിന് നേരെ താഴെ 88K. പിന്നെ ലിയോ 86K. കണ്ടോ, കാലം മാറുന്നതനുസരിച്ച് അതിൻ്റെതായ രീതിയിലുള്ള അത് പിന്നല്ലാണ്ട് മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ അനിമൽ ഉണ്ട്, പിന്നെ സ്ത്രീ 2 ഉണ്ട്, ടൈഗർ 3 ഉണ്ട്, ഗദാർ 2 ഉണ്ട്, ചാവുണ്ട്. ഓക്കെ. ഇതല്ലാതെ IMDb റിപ്പോർട്ട് പ്രകാരം മറ്റൊരു കണക്കാണ് വന്നിരിക്കുന്നത്. അതിൽ 1ാം സ്ഥാനം പുഷ്പ 2 തന്നെയാണ്. പിന്നെ 2ാം സ്ഥാനം കൽക്കി തന്നെയാണ് ഇപ്പോഴും. പിന്നെ 3ാം സ്ഥാനത്താണ് എമ്പുരാൻ. അത് എനിക്ക് തോന്നുന്നു ഈ 96 1 അങ്ങനത്തെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് അതിനകത്ത് ആഡ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആവുമായിരിക്കും. പിന്നെ ജവാനാണ് 4ാം സ്ഥാനം. പിന്നെ 5ാം സ്ഥാനത്ത് ലിയോ. പിന്നെ 6ാം സ്ഥാനത്ത് അനിമൽ. ഇങ്ങനെയാണ് അവരുടെ കണക്ക് കേട്ടോ. എന്തായാലും ഒരു മനസ്സുഖം. എന്തായാലും ഒരാൾ പോലും കരുതിയിട്ടുണ്ടാവില്ല, എത്ര വലിയ കട്ട ലാലേട്ടൻ ഫാൻസ് പോലും കരുതിയിട്ടുണ്ടാവില്ല ഇതിന്. അതായത് എമ്പുരാൻ സിനിമക്ക് ഇത്രയും ഗ്രൗണ്ട് ലെവൽ ഹൈപ്പ് ഉണ്ടായിരുന്നു അല്ലേ? അതൊരു സത്യമായിട്ടും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, ഉറപ്പല്ലേ. ഇപ്പൊ അതിന്റെ പുറത്ത് ഇപ്പം ബുക്ക് മൈ ഷോയില് ഇൻട്രസ്റ്റ് എത്രയാ? 337K ആണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അതെ, അല്ല ഇപ്പൊ നമുക്ക് ആഗ്രഹിക്കല്ലേ വേണമെങ്കിൽ 500 കോടിയൊക്കെ. 500 അല്ല, എനിക്ക് 2 ആഗ്രഹം ഉണ്ട്. ആഗ്രഹിക്കാന്ന് പറഞ്ഞാൽ 500ന്റെ മുകളിൽ വേണമെങ്കിൽ ആഗ്രഹിക്കാം. എനിക്ക് 2 ആഗ്രഹങ്ങൾ. ഇനി 2 മലയാളി എന്ന് പറഞ്ഞ ഇതാണ് സത്യം. ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ കിട്ടണം എന്നുള്ള ആക്രാന്തമാണ്. അല്ല, ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അത് അത്യാഗ്രഹം മുന്നോട്ട് നയിക്കാൻ പാടില്ല, ആഗ്രഹങ്ങൾ നയിക്കണം. ഓക്കെ, ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു മിനിറ്റ്, ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. അത് ആഗ്രഹം തന്നെയായിരുന്നു. ഇനി മുന്നോട്ട് പറയാൻ പോകുന്നത് ആ ഒരു ആഗ്രഹത്തിന്റെ അപ്പുറത്തോട്ട് മറ്റൊരാഗ്രഹം വരുമ്പോൾ അത് അത്യാഗ്രഹമായി മാറൂലേ? സോറി, 12K അല്ലേ 12 CR. അതിനെ മറികടന്നു എന്നുള്ളത് ഏതാണ്ടൊക്കെ എത്തി. ഓക്കെ, പക്ഷെ അതല്ലടാ, എന്നാലും ഉണ്ടല്ലേ, ഇത് അത്യാഗ്രഹം അല്ല, എന്നാലും ആഗ്രഹം തന്നെയാണെന്ന്. അല്ല, അത് ഒന്ന് അത്യാഗ്രഹം. എന്നാ പറഞ്ഞ കേക്കട്ടെ. മറ്റൊന്ന് അത്യാഗ്രഹം അല്ല. ഓക്കെ, കേക്കട്ടെ. അതായത് ഏതാണ്ട് ഫസ്റ്റ് ഡേ 50ന്റെ അടുത്തൊക്കെ മേ ബി വേൾഡ് വൈഡ് തൂക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ആഗ്രഹിക്കാം ഒരു 500 കോടി, ഒരു 50 കോടി. അതായത് ഫസ്റ്റ് ഡേ 50 കോടി നേടുന്നുണ്ടെങ്കിൽ ഒരു 30-40 ഒരു 30-50ന്റെ ഉള്ളില് 10 ദിവസം നേടിയിട്ടുണ്ടെങ്കിൽ തന്നെ 300ന് മുകളിലായി. 20 ദിവസം 25 ദിവസം ഓടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ കോലിയൊക്കെ വെറും 500 കോലി അല്ല. അതായത് ഇങ്ങനെയുള്ള ഒരു സിനിമ, അത് ഫസ്റ്റ് ഡേ ഏതാണ്ട് ഒരു 40എങ്കിലും വരുന്ന ഒരു സിനിമ 500 കോടി നമ്മൾ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റില്ല. ശരിക്കും അതിന്റെ മുകളിലേക്ക് കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ 500 നമ്മൾ ആഗ്രഹിക്കാമല്ലോ, അപ്പോൾ 500 കോടി അടിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പെടൂല. അപ്പോൾ മലയാളത്തിൽ ആദ്യത്തെ 500 കോടി എമ്പുരാന്റെ കയ്യിലിരിക്കണം എന്നുള്ള ഒരാഗ്രഹം.
ഒരു ചെറിയൊരാഗ്രഹം. ഇനി അടുത്ത എന്താ? ഇനി അത്യാഗ്രഹമാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ അറിയാം അത്യാഗ്രഹം. അതായത് പണ്ട് മുതലേ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ഒരു 1 മില്യൺ അടിക്കുന്ന ഒരു വീഡിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. 1 മില്യൺ അല്ല പറയുന്നത്. പറഞ്ഞു. അപ്പം അത്ര വേണ്ട, 500K അതും വേണ്ട, ഒരു 3 ലക്ഷം കടക്കുന്ന ഒരു റിവ്യൂ നമ്മുടെ ചാനലിൽ ആദ്യത്തത് അത് എമ്പുരാനാകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഇത് അത്യാഗ്രഹം. ഇവിടെ 1 ലക്ഷം തന്നെ ചില വീഡിയോസ്, എല്ലാം ഒന്നുമില്ല, വല്ലപ്പോഴും ഒരു ട്രെയിലർ റിയാക്ഷനൊക്കെ ചെയ്യുമ്പോൾ 1 ലക്ഷം തന്നെ എത്തിയില്ല. അങ്ങനെയാണ് ഒന്നിലേക്കൊക്കെ മുട്ടിപ്പോണത്. നമ്മളാണ് 1 മില്യന്റെ കാര്യം പറയുന്നത്. ഇത് ഇരിക്കട്ടെ, ഒരു ചലഞ്ചിങ്ങനെ ഇരിക്കട്ടെ, അല്ല ഒരു രസമാണല്ലോ. പക്ഷെ അത് ആഗ്രഹമാണ്, നിങ്ങളോട് ആവശ്യപ്പെടുന്നല്ലോ, നിങ്ങളത് കയറ്റി തരണേന്ന് പറയുന്നല്ല. അല്ല, അത് അങ്ങനെ പറയാൻ പാടില്ല. കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടുള്ളൂ. ചോദിച്ചു വാങ്ങണം. ബൈബിളിൽ പറഞ്ഞേക്കുന്ന ചോദിക്കുവിൻ നിങ്ങൾക്ക് എന്തും ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ചോദിക്കുക തന്നെ ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ ചോദിക്കുന്നതിന് എന്ത് തെറ്റാ ഉള്ളത്? അതിന് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 210 സബ്സ്ക്രൈബേഴ്സ് മതി. അവരൊരു 1 ലക്ഷം പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂന്ന്. 3 സിമ്പിളായിട്ട് 3 ആകെ ഉള്ളൊരു ആഗ്രഹമാണ്. അല്ല, പിന്നെ ആഗ്രഹങ്ങൾ അതിനുശേഷം വേറെ. ഇത് അത്യാഗ്രഹത്തിന്റെ മുകളില. ഓപ്പണായിട്ട് സത്യങ്ങൾ പറയണം. എന്താണെങ്കിലും ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഞങ്ങൾ ഇനി ചോദിച്ചില്ല എന്ന് വേണ്ട, ഞങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങളുടെ ഒരു റിവ്യൂ, അത് എമ്പുരാന്റെ റിവ്യൂ, ഒരു 3 ലക്ഷം വ്യൂസ് ഉണ്ടാവണം. 3 ലക്ഷം നമ്മളത് കയറിയിട്ടുള്ളത് കുറച്ച് വീഡിയോസ് കയറിയിട്ടുണ്ട്. ഇത് റിവ്യൂ കയറിയിട്ടില്ല. ലിയോ കയറിയിട്ടില്ലേ? അത് റിയാക്ഷനാണ്, ട്രailer റിയാക്ഷൻ. അതാണ് 3 ലക്ഷം കയറിയത്. റിവ്യൂ 2 ലക്ഷത്തിന്റെ അടുത്താണ്. 2 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ റിവ്യൂവിന്റെ ക്വാളിറ്റി അത്രേ ഉള്ളൂ. അതെ, ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ അത്രേ ഉള്ളൂ എന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ അത്രേ ഉള്ളൂ എന്ന്. പക്ഷെ എന്നാലും ഞങ്ങള് മനുഷ്യന്മാരല്ലേ, ആഗ്രഹങ്ങളൊക്കെ നമുക്കും ഇല്ലേന്ന്. ഒരു 3 ലക്ഷം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. അടുത്ത വീഡിയോ വെയിറ്റിംഗിലാണ് കേട്ടോ. അതും കൂടി ചെയ്തിട്ട് ഇപ്പൊ വരാം. അപ്പൊ എന്തായാലും പോട്ടെ. ചെകുത്താൻ അവിടെ കയറ് പൊട്ടിക്കുന്നുണ്ടെന്ന് പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നു. ബൈ.